SR ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. പബ്ലോ എസ്കോബറിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പാബ്ലോ എസ്കോബാർ ഒരു കൊളംബിയൻ മയക്കുമരുന്ന് പ്രഭുവും മയക്കുമരുന്ന് ഭീകരനുമായിരുന്നു. അദ്ദേഹം 1949 ഡിസംബർ 1 ജനിച്ച് 1993 ഡിസംബർ 2 മരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ക്രിമിനൽ സംഘടനകളിലൊന്നായ മെഡലിൻ കാർട്ടലിന്റെ നേതാവായിരുന്നു അദ്ദേഹം. കൊക്കെയിൻ ഉൽപാദനത്തിലൂടെയും വിതരണത്തിലൂടെയും സ്വരൂപിച്ച ബോംബാക്രമങ്ങൾ, കൊലപാതകങ്ങൾ, കൈക്കൂലി എന്നിവ ഉൾപ്പെടുന്ന അക്രമാസക്തമായ തന്ത്രങ്ങൾക്ക് എസ്കോബാർ പേരുകേട്ടയാളാണ്. എസ്കോബാറിന്റെ കാർട്ടൽ തന്റെ കരിയറിന്റെ ഉന്നതിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കടത്തിയ കൊക്കെയിനിന്റെ 80% വിതരണം ചെയ്തു. ഇത് ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ കുറ്റവാളികളിൽ ഒരാളായി. ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എസ്കോബാർ തന്റെ ജീവകാരുണ്യത്തിനും പേരുകേട്ടവനായിരുന്നു. പലപ്പോഴും കൊളംബിയയിലെ പാവപ്പെട്ടവർക്ക് പണം വിതരണം ചെയ്യുകയും ദരിദ്ര സമൂഹങ്ങളിൽ ഭവനവും മറ്റ് സൗകര്യങ്ങളും നിർമ്മിക്കുകയും ചെയ്തു. 1993 ഡിസംബറിൽ റൂഫ് ടോപ്പ് വെടിവയ്പിൽ കൊളംബിയൻ പോലീസ് കൊലപ്പെടുത്തിയതോടെ എസ്കോബാറിന്റെ ഭരണം അവസാനിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതവും ക്രിമിനൽ പ്രവർത്തനങ്ങളും നിരവധി പുസ്തകങ്ങൾക്കും സിനിമകൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും വിഷയമായിരുന്നു, ജനപ്രിയ നെറ്റ്ഫ്ലിക്സ് പരമ്പരയായ നാർക്കോസ് ഉൾപ്പെടെ. പബ്ലോയെക്കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.